welcome once again to Automask Malayalam. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് Honda Activa 6G ആണ്. So without wasting time, let's start the video. And for that, once again, welcome to Automask Malayalam. ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നതിൻ്റെ സുപ്പീരിയർ എഞ്ചിൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം ഈ ഒരു ടൂ വീലർ നോൺ ഗിയർ സെഗ്മെൻറ്റിൽ ഏറ്റവും റിഫൈൻഡ് എഞ്ചിൻ തരുന്ന ഒരു വാഹനം ആക്റ്റീവ തന്നെയാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ യമഹ റേ അവൈലബിൾ ആണ്, യമഹയുടെ തന്നെ ഫസിനോ അവൈലബിൾ ആണ്, അതുപോലെ ഹീറോയുടെ മാസ്ട്രോ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാറ്റഗറി സ്കൂട്ടീസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ എഞ്ചിൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ അത് ഹോണ്ട ആക്റ്റീവയ്ക്ക് തന്നെയാണ്. പിന്നെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്. ആക്ച്വലി ആക്റ്റീവയുടെ ഫസ്റ്റ് ജനറേഷൻ വെഹിക്കിളൊക്കെ ഓടിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നതെങ്കിൽ ഈ ഒരു ന്യൂ ജനറേഷൻ ആക്റ്റീവയുടെ സീറ്റിംഗ് അത്രത്തോളം ഒരു കംഫർട്ട് സോണിൽ അല്ല. കാരണം പഴയ ആക്റ്റീവയിൽ വന്നിരുന്നത് കുറേ കൂടി വലിയ സീറ്റ്സാണ്, ലോങ്ങർ സീറ്റ്സാണ്. മാത്രവുമല്ല പഴയ ആക്റ്റീവയുടെ സസ്പെൻഷൻ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു. ആ ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ഭയങ്കര സ്മൂത്തായിട്ടാണ് നമ്മുടെ എല്ലാ ഗട്ടറും ഹാൻഡിൽ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ പുതിയൊരു ആക്റ്റീവയിലോട്ട് വന്നപ്പോൾ ഈ അപ്ഗ്രഡേഷൻ ഞാൻ പറഞ്ഞല്ലോ, ടെലിസ്കോപ്പിക് സസ്പെൻഷനിലോട്ട് മാറിയിട്ടുണ്ട്, സീറ്റ്സിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പുതിയൊരു ഫീച്ചർ അഡീഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും കുറച്ചുകൂടി ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ മേ ബി നമുക്ക് പഴയ ആക്റ്റീവയുടെ അതേ ഒരു റിഫൈൻമെൻറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടിലോട്ട് ഈ ഒരു വാഹനത്തിനെ കൂടി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിങ്ങും അടിപൊളി ബ്രേക്കിംഗ് ആണ്. കാരണം CBC അഥവാ കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു ബ്രേക്ക് ടെസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. 60-0 എന്നുള്ള രീതിയിൽ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽ നോക്കാം. വണ്ടിയുടെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യവും തീർച്ചയായിട്ടും ഹൈലി റിക്കമെൻഡഡ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം നമ്മൾ പഴയ ആക്റ്റീവയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെട്ടി ഒടിച്ച് കയറുന്ന സമയത്ത് നമുക്കൊട്ടും തന്നെ ഒരു കോൺഫിഡൻസ് തോന്നില്ല. കാരണം വളരെ സ്മൂത്തറായിരുന്നു അതിൻ്റെ സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ നല്ല പിതുങ്ങി പോകുന്നൊരു ഫീലാണ്. നമ്മൾ കർവൊക്കെ കറക്റ്റ് ഇങ്ങനെ കിടത്തിയെടുക്കുമ്പോൾ അത്രത്തോളം വണ്ടി സ്റ്റിഫായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ പഴയ ആക്റ്റീവയിലുണ്ടായിരുന്ന ഒരു പോരായ്മ കൂടിയായിരുന്നു ആ ഒരു സസ്പെൻഷൻ യൂണിറ്റിൻ്റെ ഈ ഒരു സ്മൂത്ത്നെസ്. പക്ഷേ അത് പുതിയ ആക്റ്റീവയിലോട്ട് വന്ന സമയത്ത് കംപ്ലീറ്റ്ലി മാറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെട്ടി ഒടിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാം. ഒട്ടും തന്നെ ഹാൻഡിലിംഗ് മോശമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മാത്രമല്ല ആ ഒരു സീറ്റിംഗ് പോസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിലും ഹൈലി റിലാക്സ്ഡ് പോസ്റ്ററിലാണ് ഈ ഒരു ആക്റ്റീവയുടെ സീറ്റിംഗ് വന്നിട്ടുള്ളത്. ഇതിനേക്കാളും അഗ്രസീവായിട്ടുള്ള സീറ്റിംഗ് വരുന്ന കാറ്റഗറി വെഹിക്കിൾസ് ഇപ്പോൾ ഈ ഒരു ടൂ വീലർ നോൺ ഗിയർ സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്റർ കൂടി ആക്റ്റീവ 6G നമുക്ക് തരുന്നുണ്ട്. ഇനി എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യമൊന്നും ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആക്റ്റീവ ഫാമിലി തന്നെയാണ് എന്തുകൊണ്ടും ഈ ഒരു ടൂ വീലർ നോൺ ഗിയർ സെഗ്മെൻറ്റിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത്. അത് തന്നെ ആ ഒരു റൈഡിങ് കംഫർട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല റിഫൈൻഡ് ആണ്. വൈബ്രേഷൻസ് ഒക്കെ 0 എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ഇത്രയും റിഫൈൻഡ് എഞ്ചിനാണെങ്കിലും തെറ്റില്ലാത്തൊരു മൈലേജ് കൂടി ഈ ഒരു ആക്റ്റീവ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്രോക്സിമേറ്റ് 55 ഒക്കെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നുണ്ടെങ്കിലും സിറ്റി ഡ്രൈവൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 40-45 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, അപ്പോൾ അതാണ് ആക്റ്റീവ 6G എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ആക്റ്റീവ 6G നമുക്ക് 2 വേരിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് LED ഹെഡ് ലാമ്പ് വരുന്ന യൂണിറ്റും സെക്കൻഡ് വൺ ഹാലജൻ ഹെഡ് ലാമ്പ് വരുന്ന യൂണിറ്റും. ആക്ച്വലി നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഹാലജൻ ഹെഡ് ലാമ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതായിരിക്കും ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ. കാരണം LED ഹെഡ് ലാമ്പിൻ്റെ ഒരു യൂണിറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് യൂണിറ്റ് മാറ്റുന്നതിന് എങ്ങനെയായാലും 1000-ൽ കുറയാത്ത പ്രൈസ് റേഞ്ച് ഉണ്ടാവും. നേരെ മറിച്ച് ഹാലജൻ ബൾബായതുകൊണ്ട് തന്നെ ഈ ഒരു ബൾബിനാണ് പ്രശ്നമെങ്കിൽ ഒരു 100-150 രൂപയ്ക്കകത്ത് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ ചേഞ്ച് വന്നിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു സിസ്റ്റമാണ്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഈ ഒരു ആക്റ്റീവ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള കംപ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് ആക്റ്റീവാസ് നമ്മൾ നോക്കിയാലും ആ ഒരു സ്പ്രിംഗ് ടൈപ്പ് റെഗുലർ സസ്പെൻഷൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അത് നല്ലൊരു ചേഞ്ച് ആണെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ ഡിഫക്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ യൂണിറ്റ് വന്നതോടുകൂടി വണ്ടി കുറച്ച് സ്റ്റിഫറായിട്ടുണ്ട്. ഇറഗുലർ റോഡ്സിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്ര നല്ലൊരു ഫീഡ്ബാക്ക് അല്ല ഈ ഒരു സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നത്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സെയിം തന്നെയാണ്. ഇനി അതിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ 6G, ഈ ആക്റ്റീവ 6G വന്നിട്ടുള്ള സെയിം 110cc എഞ്ചിൻ തന്നെയാണ്. 8 PS പവറും 8.7 Nm ടോർക്കും തരുന്ന ഒരു BS6 എഞ്ചിനാണ് ആക്റ്റീവ 6Gയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു എഞ്ചിൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആക്ച്വലി ഈ ഒരു കാറ്റഗറി, അതായത് സ്കൂട്ടി കാറ്റഗറി, ഒരു ടൂ വീലർ വിത്തൗട്ട് ഗിയർ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് സ്മൂത്ത് സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആക്റ്റീവയുടെ തന്നെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഇതൊരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്.
ആണ് കേട്ടോ. ഇതിൽ ആ ഒരു പഴയ സ്റ്റാർട്ടറിൻ്റെ സൗണ്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. യെസ്, ഡയറക്റ്റായിട്ട് എൻജിൻ തന്നെയാണ് റൺ ആവുന്നത്. അവിടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സൗണ്ട് ജസ്റ്റ് ഒരു വിസ്ലിംഗ് സൗണ്ടാണ്. അനദർ തിങ്, നമുക്ക് ആക്ടിവയിൽ ഇപ്പോൾ എൻജിൻ കിൽ സ്വിച്ച് കൂടി വന്നിട്ടുണ്ട്. അത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്. സ്കൂട്ടി കാറ്റഗറിയിൽ പോലും എൻജിൻ കിൽ സ്വിച്ച്. പൊതുവേ ഹോണ്ട വെഹിക്കിൾസ് ഇപ്പോൾ നമ്മൾ ഹോർണറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാതിന് തൊട്ട് മുന്നത്തെ ഹോർണറ്റ് നോക്കിയാൽ പോലും അതിൽ പോലും ഈ ഒരു എൻജിൻ കിൽ സ്വിച്ച് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ആക്ടിവ 60 ഇപ്പോൾ വരുന്ന വണ്ടിയിലെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു 2 വീലർ, ഈ ഒരു നോൺ ഗിയർ വണ്ടിയിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടും തികച്ചും നല്ലൊരു ചേഞ്ച് തന്നെയാണ്. ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും ലേഡീസിനും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പറ്റിയ രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഇന്ന് നമുക്ക് ഹൈലി പെർഫോമൻസ് ആയിട്ടുള്ള സ്കൂട്ടീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് പ്യുവർലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ലേഡീസിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്യൂണിങ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഭയങ്കര മാരകമായിട്ടുള്ളൊരു പവർ ഡെലിവറിയൊന്നും ഈ ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ബട്ട് ഹൈലി ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്, ഹൈലി കംഫർട്ടായിട്ടുള്ളൊരു ഡ്രൈവും തീർച്ചയായിട്ടും ആക്ടിവയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ആക്ടിവ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ്. 92,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 92,000 രൂപയുടെ അപ്ഗ്രഡേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5Gയിൽ നിന്നും 6Gയിലോട്ട് വന്നപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആകെ ഒരേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ മാത്രമാണ്. ബാക്കി ഈ ഒരു എൻജിൻ കിൽ സ്വിച്ചും എനിക്ക് തോന്നുന്നു ഈ ഒരു 6Gയിലായിരിക്കാം വന്നത്. അതെനിക്ക് ഡൗട്ടുണ്ട്. അല്ലാതെ ഈ ഒരു റിമോട്ട് സീറ്റ് ഓപ്പണിങ്ങും 5Gയിലും വന്നിട്ടുണ്ട്. ഈ ഒരു 92,000 രൂപയോടൊപ്പം ഒരു 8 രൂപയും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ എൻടോർക്ക് പോലത്തെ സൂപ്പർ എന്താ പറയുക സ്പോർട്ടി സ്കൂട്ടീസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 92,000 രൂപ ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പഴയ ആക്റ്റീവായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല ബോഡി പാർട്സിലും നമുക്ക് അത് വിസിബിൾ ആണ്. കാരണം നമ്മൾ ഈ ആക്സിലറേറ്ററിൻ്റെ ഈ ഒരു ഗ്രിപ്പാണ് കാണുന്നുണ്ടോ, കേട്ടോ, ഇത്രയുമാണ് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി. 92,000 രൂപയുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫൈബർ ബോഡിയുടെയൊക്കെ പാനൽ ഗ്യാപ്സ് കണ്ടോ, 92,000 രൂപയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 92,000 രൂപയ്ക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കംഫർട്ട് മാത്രം നോക്കുന്ന ഒരാളിന് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ് ദ വീഡിയോ ആൻഡ് ദിസ് ഇസ് ആൻ സൈനിങ് ഓഫ്. താങ്ക് യു.